ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. തീരുമാനം വൈകിയാൽ അതിന് വ്യക്തമായ കാരണം സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും കോടതി. നിർദ്ദേശം തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്ത് സർക്കാർ. രാത്രി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നോട്ടീസ് പതിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി എൽസ്റ്റൺ ഉടമകൾ. മേലുദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത്. അടിമക്കണ്ണാകാൻ ഇല്ല, തനിക്ക് ഡാൻസും പാട്ടും അറിയില്ല, തെറ്റ് ചെയ്തെങ്കിലേ വിധേയനാകേണ്ടതുള്ളൂ. ക്രിമിനൽ കേസ് ഇല്ലാത്ത പീഡോഫിലിയ കേസ് ഒതുക്കി തീർക്കാനില്ലാത്ത ആളാണ് താനെന്നും കുറിപ്പ്. സമരം ശക്തമാക്കാൻ ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഇന്ന് പൗരസാഗരം. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ആശമാരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുന്നു. തൃശൂർ വാണിയംപാറയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. മരിച്ചത് വാണിയംപാറ സ്വദേശികളായ ജോണി, രാജു എന്നിവർ. മലപ്പുറം എടപ്പാളിൽ കാർ ദേഹത്തു കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് ഗുരുതര പരിക്ക്. വയനാട് തോൽപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പുലി എത്തിയത് തോൽപ്പെട്ടി ഹൈസ്കൂളിന് സമീപം. റോഡിലൂടെ പുലി പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇടുക്കി തൊടുപുഴ ബിജു കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പിടിയിലായത് 1-ാം പ്രതി ജോമോന്റെ ബന്ധു എബിൻ. കൊലപാതക വിവരം ജോമോൻ ആദ്യം അറിയിച്ചത് എബിനെയെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതെ ജോമോന്റെ ഭാര്യ. ജമ്മു കാശ്മീരിലെ അഖ്നൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. 3 ജെയ്ഷെ കമാൻഡർ അടക്കം 3 ഭീകരരെ വധിച്ച് സൈന്യം. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. റാണയെ NIA ഇന്നലെ ചോദ്യം ചെയ്തത് 3 മണിക്കൂർ. നായകനായി ധോണി തിരിച്ചെത്തിയ മത്സരത്തിൽ തകർന്നടിഞ്ഞ് ചെന്നൈ. 8 വിക്കറ്റിന് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL ഇന്ന് 2 മത്സരങ്ങൾ. ലക്നൌ ഗുജറാത്തിനെയും പഞ്ചാബ് ഹൈദരാബാദിനെയും നേരിടും.